നമസ്കാരം. എല്ലാ കോൺഗ്രസ് നേതാക്കളും ചാടി വലിഞ്ഞ് എങ്ങനെയെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തുക, അതായത് രാഹുൽ ഗാന്ധി മേടിച്ച ഭൂരിപക്ഷത്തിനെക്കാട്ടിൽ കുറച്ചുകൂടെ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചു വന്നത്. ഇവിടെ വയനാട്ടിൽ അത്ര വലിയ ശ്രമത്തിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നുള്ളത് വയനാടിനെ അറിയാവുന്നവർക്കും അല്ലെങ്കിൽ കേരളത്തിൽ നിൽക്കുന്നവർക്കും അറിയാം. അത്ര വലിയ പ്രവർത്തനത്തിൻ്റെ ആവശ്യം കെ സി വേണുഗോപാൽ വന്നു, മല്ലികാർജുൻ ഖാർഗെ വന്നു, സോണിയാജി വന്നു, രാഹുൽജി വന്നു, അല്ലേ? അതോടൊപ്പം തന്നെ റോബർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവിടെ വന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ കുടുംബക്കാരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പാർട്ടിയുടെ അധ്യക്ഷനെ പിടിച്ച് പുറത്ത് വെയിൽ കായാനിരുത്തി എന്ന് പറയുന്നതാണ് ശരി. അല്ല, ബന്ധുക്കളെല്ലാം കൂടെ കയറിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. അവിടെ ഒരു വിലയുമില്ലാതെ നമ്മുടെ മല്ലികാർജുൻ ഖാർഗെക്ക് പുറത്തിരിക്കേണ്ടി വന്നു. എന്തിനായിരുന്നു ഇത്രയും വലിയ ആഘോഷങ്ങൾ അവിടെ നടത്തേണ്ടിയിരുന്നത്? സത്യത്തിൽ ഇമാതിരിയുള്ള നടപടികൾ കാരണമാണ് മഹാരാഷ്ട്ര പോലെ ഏറ്റവും ഗുണം ചെയ്യേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൈവിട്ട് പോകാനുള്ള കാരണം. ഇപ്പൊ പറയുന്നുണ്ടല്ലോ 5 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം വോട്ടുകൾ അവിടെ കൂടി. 7% പാതിരാത്രി കഴിഞ്ഞപ്പോൾ 7% വർധനവ് പോളിംഗിനകത്ത് കാണിക്കുന്നു, ശതമാനം വർധനവ് കാണിക്കുന്നു. ഇതൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ EVM-നകത്ത് അട്ടിമറി നടന്നിരിക്കുന്നു, അവിടുത്തെ ചിത്രങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഈ നാനാ പട്ടോള ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. സത്യത്തിൽ അതായിരുന്നോ ഒരു ലക്ഷ്യം വെക്കേണ്ടിയിരുന്നത്? ജാർഖണ്ഡ് കളഞ്ഞിട്ട് മഹാരാഷ്ട്ര പിടിച്ചു. കാര്യം അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായത് എവിടെയാണോ അവിടെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഫോക്കസ് ചെയ്തു, അവർക്കത് മഹാരാഷ്ട്ര കിട്ടി. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട് നാശമായി നിന്ന മഹായുതി എന്ന് പറയുന്ന സഖ്യം വെറും 5 മാസം കൊണ്ട് ഒരു സംസ്ഥാനം മുഴുവൻ ഏകദേശം 3/4 പങ്കും സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട്, 3/4 എന്ന് പറയാൻ പറ്റത്തില്ല, 80% സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറിയെങ്കിൽ അത് ആ പാർട്ടിയുടെ കെട്ടുറപ്പ് ഒന്നുകൊണ്ട് മാത്രമായിരിക്കും, അല്ലെ ആ മുന്നണിയുടെ കെട്ടുറപ്പ് ഒന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും. പിന്നെ തന്നെയുമല്ല, ഭരിക്കുന്ന പാർട്ടി അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കേരളത്തിലുണ്ടായിരുന്നു അങ്ങനെ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കിറ്റ് വിതരണം നടത്തി. പിണറായി സർക്കാർ കയറി തൊട്ടടുത്ത ദിവസം ഇവിടെ നിന്നുണ്ട് GRNൽ പറഞ്ഞത് ഇനിയും കൊടുക്കുന്നില്ല ഭക്ഷ്യക്കിറ്റ്. അവിടെ അതങ്ങ് നിർത്തി. അപ്പോൾ കിറ്റ് കൊടുത്തു, അവിടെ ജനങ്ങൾക്ക് വാഗ്ദാനമല്ല സാധനങ്ങൾ കയ്യിൽ കൊടുത്തു. അങ്ങനെ അതോടുകൂടി ഈ പറയുന്ന ജനങ്ങൾ ഫ്ലാറ്റ്. അങ്ങനെ വോട്ട് പിടിച്ചെടുത്തിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ ചരിത്രത്തിൽ ഇടം പിടിച്ചുകൊണ്ട് രണ്ടാമതും അധികാരത്തിൽ കയറുന്നത്. മഹാരാഷ്ട്രയിൽ അത് തന്നെയാണ് സംഭവിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48 സീറ്റിൽ വെറും 31 സീറ്റുകൾ, 48-ൽ 31 സീറ്റുകൾ നേടിയെടുക്കുകയായിരുന്നു മഹാവികാസ് അഘാടി എന്ന് പറയുന്ന സഖ്യം ചെയ്തത്. ആ ഒരു വലിയ പരാജയത്തിൽ നിന്ന് തിരിച്ച് വലിയൊരു പ്രഹരത്തോടു കൂടി മഹായുതി സർക്കാർ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഒരുപാട് കളികൾ കളിച്ചു. കാര്യം എന്താണ്? ഇവിടുത്തെ ഒരു തരത്തിൽ മഹാരാഷ്ട്രയിൽ കൈനീട്ടം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 2100 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ വാഗ്ദാനമാണ്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യങ്ങൾക്ക് 10,000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അതൊരു തീരുമാനമാണ്. അതുപോലെ അക്ഷയ അന്ന യോജന അതുണ്ടായിരുന്നു. അത് കിസാൻ നിധി 12,000-ൽ നിന്ന് 15,000-ലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ അവർ കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഈ വാഗ്ദാനങ്ങളിലേക്ക് അല്ലെങ്കിൽ നേരെ മര്യാദയ്ക്കുള്ള ഒരു പ്രകടന പത്രിക ഇറക്കാൻ മഹാവികാസ് അഘാടിക്ക് കഴിയാതെ പോയത്? അതോടൊപ്പം അത് മാത്രമാണോ? ഇതുപോലെ നോക്കിയ അന്നദാത അഭിയാൻ ഉണ്ടായിരുന്നു, ദീൻദയാൽ അന്ത്യോദയ ഉണ്ടായിരുന്നു, ഗ്രാമീൺ റോസ്ഗർ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങി നിരവധി പദ്ധതികൾ, കക്കൂസ് നിർമ്മാണം, സൗജന്യ പാചകവാതകം തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നത്. ഇതെല്ലാം കൊടുക്കും എന്ന് ഏറെക്കുറെ ഉറപ്പില്ലെങ്കിൽ പോലും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നേ ഈ വാഗ്ദാനങ്ങൾ. കാര്യം ഭരണകക്ഷിയാണ് ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാഗ്ദാനങ്ങൾ കേൾക്കാനും അംഗീകരിക്കാനും ജനം തയ്യാറായി. അതിൻ്റെ മകുടോദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മഹായുതി സർക്കാർ ഇത്രയും ശക്തമായി മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. അല്ലാതെ EVM-ൽ അട്ടിമറി നടന്നെന്നോ അഴിമതി നടന്നിട്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ജാർഖണ്ഡിൽ എന്താ സംഭവിച്ചത്? ജാർഖണ്ഡിൽ അഴിമതിക്കാരനാണ് അയാൾ, സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, ED വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു, എന്നിട്ട് തകർന്നോ? ചെമ്പൈ സോറൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആള് കാലുവാരിപ്പോയി, എന്നിട്ടും തകർന്നു വീണോ സോറൻ? ഇല്ല, അവിടെ തകർന്നില്ല.
അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറൻ 85 തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് പങ്കെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ജാർഖണ്ഡിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ JMM-ന് കഴിഞ്ഞു. അതിൻ്റെ പരിണിത ഫലമാണ് വീണ്ടും സോറൻ തന്നെ അവിടെ അധികാരമേൽക്കുന്നത്. 4ാം വട്ടം അവിടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. വെറും 52 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ ഹേമന്ത് സോറന്. എന്നിട്ടാണ് അദ്ദേഹം വീണ്ടും 4ാം തവണയും അവിടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. കോൺഗ്രസിന് ഇത് കഴിയാതെ പോയി. BJP അവിടെ എന്താ ചെയ്തത്? അവിടെ ചെയ്തത് ഈ RSSനെ ശരിയാക്കി നിർത്തി. RSSുമായി ഉണ്ടായിരുന്ന ഇടച്ചിലെല്ലാം പറഞ്ഞ് നേരെയാക്കി. അതോടൊപ്പം തന്നെ ഇടഞ്ഞു നിന്ന നിതിൻ ഗഡ്കരിയെ പോലെ ജനസമ്മതനായ ഒരു നേതാവിനെ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടോ ഇവിടെ ചെയ്തത് എന്താണ്? ഇവിടെ ജയിക്കുമെന്ന് പോലും അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസും മഹാവികാസ് അഘാഡിയും വിചാരിച്ചെന്താ, ഞങ്ങളങ്ങ് ജയിച്ചു കയറും, ഒന്നും ചെയ്യണ്ട, കൈയും കെട്ടി നോക്കിയെന്നാൽ മതി എന്നുള്ള ധാരണയുടെ പുറത്ത് ഉദ്ധവ് താക്കറെ വരെ തെറ്റിച്ചു. മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസ്സുകാരൻ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ്സുകാരെത്തി. ഉദ്ധവ് താക്കറെ ഞങ്ങൾ മുഖ്യമന്ത്രി ആക്കില്ല എന്ന് പറഞ്ഞു. അവിടൊപ്പം തന്നെ അവർ ചെയ്തത് എന്താ? അവിടുത്തെ ശിവസേനക്കാർ ഇതിനെ ഒരു ദൗർബല്യമായി കണ്ടുകൊണ്ട് മറാഠാവാദവും ഹിന്ദുത്വവാദവും എല്ലാം കൂടെ അങ്ങോട്ടിട്ട് തീയിരിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? ഈ മഹായുതി എന്ന് പറയുന്ന സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. അവർ മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP അവിടെ നേടിയിരിക്കുന്ന 132 സീറ്റുകളാണ് BJP അവിടെ നേടിയിരിക്കുന്നത്. ചിന്തിക്കാൻ കഴിയുമോ? അതോടൊപ്പം തന്നെ ശിവസേന 57 സീറ്റുകളും അജിത് പവാറിന്റെ NCP 41 സീറ്റുകളും നേടി മികച്ച നിലയിലേക്കാണ്, മികച്ച ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് അവരെത്തിയത്. നാനാ പട്ടോള പറയുന്ന പോലെ വെറും 208 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ ജയിച്ചത്, അതുകൊണ്ട് അവിടെ അട്ടിമറി നടന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിലല്ലായിരുന്നു ആ വിജയങ്ങൾ എന്ന് നമുക്ക് കാണേണ്ടി വരും. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായി ചിന്തിച്ചു കൊണ്ടെടുത്ത തീരുമാനങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിനെ ഇറക്കാനുള്ള തന്ത്രം, അതോടുകൂടി ഹിന്ദുത്വ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിന് ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മറാഠാവാദവും ഹിന്ദുത്വവാദവും എവിടെയൊക്കെ കൃത്യമായി കൊള്ളിക്കണമെന്ന് കൃത്യമായ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇത്തവണ മഹായുതി ഇവിടെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസ് എന്താ ചെയ്ത്? ഇവിടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് നടത്തിയത്? ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 യാത്രകൾ നടത്തിയല്ലോ. കണ്ടെയ്നറുകളിനകത്ത് വലിയ ഈ കാരവാനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ചലനം ഉണ്ടാക്കിയത്. ഒരു വയനാട് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും വലിയ ചലനം ഉണ്ടാക്കിയത്, അല്ലെ ഈ ജോഡോ യാത്ര നടത്തിയത്. ഏറ്റവും ഒടുക്കം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. ഈ വയനാട് പോലെ ഒരു മണ്ഡലത്തിന് വേണ്ടി, കേരളത്തിലെ ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടി മാത്രം നടത്തിയതാണ് ഈ ജോഡോ യാത്രയെന്ന് തോന്നേണ്ടി വരും. അങ്ങനെ ചിന്തിക്കാനേ തരമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞില്ല? സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് പോലും, കേന്ദ്ര സർക്കാരിനെതിരായി വലിയൊരു വികാരം ഉണ്ടായിരുന്നിട്ട് പോലും, അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂപ്പുകുത്തി വീണിട്ട് പോലും എന്തുകൊണ്ടാണ് BJP-യെ അല്ലെങ്കിൽ മഹായുതി സർക്കാരിനെ പൊളിക്കാൻ മഹാവികാസ് അഘാഡിക്ക് കഴിയാതെ പോയത്? ഇത് തന്നെയാണ് ഹരിയാനയിൽ സംഭവിച്ചത്, മറിച്ചല്ല ജമ്മു കാശ്മീരിൽ സംഭവിച്ചത്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒന്നായി അധപ്പതിച്ചിരിക്കുന്നു. അതിൻ്റെ മകുടോദാഹരണമാണ് ഇവിടെ KC വേണുഗോപാലും ഒരു കുടുംബാംഗങ്ങൾ മുഴുവനായി ഇവിടെ വന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് വന്ന് കിടന്നത്. ഇവിടെ ഒരാൾ ഇറങ്ങിയില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകും. വയനാടിൻ്റെ പൊതുവികാരം അങ്ങനെയാണ്. അതുപോലും തിരിച്ചറിയാനുള്ള ശേഷി വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര പ്രതിപക്ഷ നേതാവിന് ഇല്ലാണ്ട് പോയി. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഇനിയിപ്പോൾ അവിടെ EVM തട്ടിപ്പ് നടന്നെന്നോ ആരൊക്കെയോ വോട്ട് മറിച്ചെന്നോ ഒക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ രീതിയിൽ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു. കൃത്യമായ വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ കൊടുത്തു. എത്ര നടപ്പിലാകുന്നു എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ ആരാണ് അവിടെ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ ക്രോഡീകരിച്ചത്? രമേശ് ചെന്നിത്തല പോലെ ഒരു നേതാവിനെ കൊണ്ട് കൂടുന്നതാണോ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ്? ഒരിക്കലുമല്ല. രമേശ് ചെന്നിത്തല വിചാരിച്ച കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യത്തിന് വേണ്ടി വിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി. അങ്ങനെയുണ്ട് പ്രശ്നം. രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് പവർ ഇരുന്നിട്ടാണ് മഹാരാഷ്ട്ര പോലെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തല ഇറക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അപ്പോൾ അവിടെയും ചില വീഴ്ചകൾ പറ്റിപ്പോയി. അത്തരത്തിലുള്ള നേതാക്കന്മാരെ ആയിരുന്നില്ല അവിടെ ആവശ്യം.
ക്രൗഡ് പുള്ളി ചെയ്യുന്ന താരപരിവേഷമുള്ള നേതാക്കന്മാരെ ആയിരുന്നു ഒരുപക്ഷെ അവിടെ ഇറക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ അതോടൊപ്പം തന്നെ മുന്നണി ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ട യാതൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മഹാവികാസ് അഘാഡിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പല വീഴ്ചകളും പറ്റിയത് കൊണ്ട് മാത്രമാണ് മഹാവികാസ് അഘാഡി ചരിത്രപരമായ തോൽവിയിലേക്ക് കൂപ്പുകുത്തിപ്പോയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.